ഒരു ദിവസം ലക്ഷ്മി എന്ന പെൺകുട്ടി തൻ്റെ അച്ഛൻ്റെ അടുത്തെത്തി. മുഖത്ത് വിഷാദവും ക്ഷീണവും നിറഞ്ഞിരുന്നു. അച്ഛാ, എൻ്റെ ജീവിതം എന്തിനാണ്? എന്താണിങ്ങനെ? എപ്പോഴും എന്തെങ്കിലും പ്രശ്നം. ഒരു കുഴപ്പം തീർന്നാൽ വേറൊരെണ്ണം തലപൊക്കും. ഞാൻ മടുത്തു. ഇനി എനിക്ക് വയ്യ, അവൾ പറഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ ഗോപാലൻ ഒരു ചെറിയ തട്ടുകടയിൽ പുട്ടും കടലക്കറിയും ഉണ്ടാക്കുന്ന ഒരു പാചകക്കാരനായിരുന്നു. അദ്ദേഹം ഒന്നും മിണ്ടാതെ ലക്ഷ്മിയെ കൈപിടിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോയി. അവിടെ കളിമൺ പാത്രങ്ങളിൽ വെള്ളം നിറച്ച് 3 പാത്രങ്ങൾ അടുപ്പിൽ വെച്ചു. തീ ജ്വലിച്ചപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങി. ഗോപാലൻ ഒരു പാത്രത്തിൽ കുറച്ച് ഉരുളക്കിഴങ്ങിട്ടു, മറ്റൊന്നിൽ 2 മുട്ടകൾ, മൂന്നാമത്തേതിൽ ഒരു പിടി കാപ്പിപ്പൊടി. ലക്ഷ്മി അത്ഭുതത്തോടെ നോക്കി നിന്നു. അച്ഛാ, എന്താണ് ഈ പരിപാടി എന്നവൾ ചോദിച്ചു അക്ഷമയോടെ. ഗോപാലൻ ഒന്നും മിണ്ടാതെ തിളയ്ക്കുന്ന പാത്രങ്ങൾക്കരികിൽ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീ കെടുത്തി. ഉരുളക്കിഴങ്ങ് ഒരു മൺകലത്തിലെടുത്ത് വെച്ചു. മുട്ടകൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. കാപ്പി ഒരു ചെമ്പുകോപ്പയിൽ ഒഴിച്ചു. എന്നിട്ട് ലക്ഷ്മിയെ നോക്കി മൃദുവായി ചോദിച്ചു, മോളെ, ഇവിടെ എന്താണ് കാണുന്നത്? ഉരുളക്കിഴങ്ങ്, മുട്ട, കാപ്പി, ലക്ഷ്മി വേഗത്തിൽ പറഞ്ഞു, അവളുടെ മുഖത്ത് ആകാംക്ഷ. അടുത്തു വന്ന് നോക്കൂ, ഗോപാലൻ പറഞ്ഞു. ഈ ഉരുളക്കിഴങ്ങൊന്ന് തൊട്ടു നോക്കൂ. ലക്ഷ്മി തൊട്ടപ്പോൾ അത് മൃദുവായി പരിപ്പ് പോലെ പതഞ്ഞിരിക്കുന്നു. ഇനിയൊരു മുട്ട പൊട്ടിച്ച് നോക്ക്, അദ്ദേഹം പറഞ്ഞു. തോടുരിഞ്ഞപ്പോൾ മുട്ടയുടെ ഉള്ള് കല്ലുപോലെ കട്ടിയായിരുന്നു. അവസാനമായി ഈ കാപ്പി ഒന്ന് കുടിച്ചു നോക്ക്, ഗോപാലൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ലക്ഷ്മി കാപ്പി ഒരൽപ്പം കുടിച്ചപ്പോൾ അതിൻ്റെ മണവും രുചിയും അവളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിരിയിച്ചു. അച്ഛാ, ഇതിൻ്റെ അർത്ഥം എന്താണ്? അവൾ ചോദിച്ചു, കണ്ണുകളിൽ കൗതുകം. ഗോപാലൻ മെല്ലെ പറഞ്ഞു തുടങ്ങി. മോളെ, ഈ ഉരുളക്കിഴങ്ങ്, മുട്ട, കാപ്പിപ്പൊടി 3ഉം ഒരേ പ്രതിസന്ധിയെ നേരിട്ടു. തിളയ്ക്കുന്ന വെള്ളം. പക്ഷേ ഓരോന്നും വ്യത്യസ്തമായി പ്രതികരിച്ചു. നോക്കൂ, ഉരുളക്കിഴങ്ങ് ആദ്യം ഉറപ്പുള്ളതായിരുന്നു, കല്ലുപോലെ. പക്ഷേ തിളച്ച വെള്ളത്തിൽ അത് മൃദുവായി ശക്തി നഷ്ടപ്പെട്ടു. മുട്ട ആദ്യം പൊട്ടാൻ പാകത്തിന് ദുർബലമായിരുന്നു. പക്ഷേ തിളച്ച വെള്ളത്തിൽ അതിൻ്റെ ഉള്ളു കട്ടിയായി ശക്തമായി. എന്നാൽ കാപ്പിപ്പൊടി വേറിട്ട് നിന്നു. തിളച്ച വെള്ളത്തിൽ വീണപ്പോൾ അത് വെള്ളത്തെ തന്നെ മാറ്റി ഒരു പുതിയ സുഗന്ധമുള്ള കാപ്പി സൃഷ്ടിച്ചു. ഇനി പറയൂ മോളെ, ഗോപാലൻ ചോദിച്ചു. നിന്റെ ജീവിതത്തിൽ വിഷമങ്ങൾ വരുമ്പോൾ നീ ഇതിലേതാണ്? ഉരുളക്കിഴങ്ങ് പോലെ പ്രതിസന്ധിയിൽ ദുർബലമാകുന്നവളോ? മുട്ട പോലെ വിഷമങ്ങൾ നിന്നെ കടുപ്പമുള്ളവളാക്കി മാറ്റുന്നുവോ? അതോ കാപ്പിപ്പൊടി പോലെ പ്രതിസന്ധികളെ നീ മാറ്റി നിന്റെ ചുറ്റുപാടിനെ സുഗന്ധമുള്ളതാക്കുന്നുവോ? ലക്ഷ്മി ഒന്ന് നിശബ്ദയായി. പിന്നെ അവളുടെ കണ്ണുകളിൽ ഒരു പുതിയ തിളക്കം വന്നു. അച്ഛാ, ഞാൻ കാപ്പിപ്പൊടിയാകാൻ ശ്രമിക്കും. എൻ്റെ വിഷമങ്ങളെ ഞാൻ മാറ്റും. എൻ്റെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും. ഗോപാലൻ പുഞ്ചിരിച്ചു. മോളെ, ജീവിതം ഒരു തിളയ്ക്കുന്ന പാത്രം പോലെയാണ്. നിന്നെ പരീക്ഷിക്കും, നിന്റെ ശക്തി അളക്കും. പക്ഷേ ഓർക്കുക, നിന്റെ ഉള്ളിലെ തീ നിന്നെ തോൽപ്പിക്കാൻ വരുന്നവയല്ല, മറിച്ച് നിന്നെ പുതുക്കി സൃഷ്ടിക്കാനുള്ള അവസരങ്ങളാണ്. കാപ്പിപ്പൊടി പോലെ നിന്റെ വിഷമങ്ങളെ നീ സ്വീകരിക്കുക, അവയെ മാറ്റുക. നിന്റെ ജീവിതത്തിൽ പുതിയ സുഗന്ധവും നിറവും പകരുക. ഓരോ പ്രതിസന്ധിയും നിന്റെ കഥയെ കൂടുതൽ മനോഹരമാക്കാനുള്ള ഒരു ക്യാൻവാസാണ്. നിന്റെ ഉള്ളിലെ ശക്തി ഉണർത്തുക. ലോകത്തിന് നിന്റെ തനതായ രുചി കാണിച്ചു കൊടുക്കുക. ലക്ഷ്മി ആ വാക്കുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. അവളുടെ മുഖത്ത് ഒരു പുതിയ പ്രതീക്ഷയുടെ പ്രകാശം തെളിഞ്ഞു. ഞാൻ എൻ്റെ പ്രതിസന്ധികളെ മാറ്റും അച്ഛാ. എൻ്റെ ജീവിതം ഒരു സുഗന്ധമുള്ള കാപ്പിയാക്കി മാറ്റും, അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ആ നിമിഷം അവൾക്ക് തോന്നി, ജീവിതത്തിൻ്റെ തിളയ്ക്കുന്ന പാത്രങ്ങൾ ഇനി തൻ്റെ ശക്തിയെ തകർക്കില്ല, മറിച്ച് തൻ്റെ സ്വപ്നങ്ങളെ രൂപപ്പെടുത്താൻ സഹായിക്കും.